സിറിയയിൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് പേരാണ് രാജ്യത്തേക്ക് തിരികെ എത്തുന്നത്. ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിലുകൾ തുറന്ന ജർമ്മനിയും ഇവർ തിരിച്ചു പോകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ജർമ്മനിയിൽ നിന്ന് സിറിയക്കാർ ഉടനെ മടങ്ങില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സിറിയക്കാർ കുടിയേറിയിരുന്നു. 2015 സിറിയൻ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായി ജർമ്മനിയും വാതിൽ തുറന്നു. ഈ സമയത്ത് 1 മില്യൺ ജനങ്ങളാണ് ജർമ്മനിയിലെത്തിയത്. ഇവരിൽ ഭൂരിഭാഗവും സിറിയക്കാരാണ്. ആയിരക്കണക്കിന് സിറിയൻ പൗരന്മാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജർമ്മൻ ചാൻസലറായിരുന്ന ആംഗല മെർക്കലിന്റെ തീരുമാനം അന്ന് വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. മാത്രമല്ല, ജർമ്മനിയിലെ വലതുപക്ഷ പാർട്ടി AfDയുടെ സ്വാധീനവും ഈ കാലയളവിൽ വർദ്ധിച്ചു. അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ സിറിയൻ അഭയാർത്ഥികൾ തിരികെ പോകണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള ജർമ്മനി വിടാൻ മിക്കവരും ആഗ്രഹിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. സിറിയയിൽ നിന്നുള്ള കുടിയേറ്റം കുറച്ചുനാളായി നിർത്തിവെച്ചിരിക്കുകയാണ് ജർമ്മനി. ജർമ്മൻ നിർമ്മാണ മേഖലയിൽ 43,000 ആശുപത്രികളിൽ 10,000 എന്നിങ്ങനെ ജർമ്മനിയിലെ വിവിധ മേഖലകളിൽ സിറിയൻ അഭയാർത്ഥികൾ ധാരാളമുണ്ട്. വലിയ തോതിൽ തൊഴിലാളിക്ഷാമം നേരിടുന്ന രാജ്യമായ ജർമ്മനിയിൽ നിന്ന് പെട്ടെന്ന് സിറിയക്കാർ മടങ്ങുന്നത് രാജ്യത്തെ തൊഴിൽ സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിവെച്ചേക്കാം. ഈ വർഷം 2ാം പാദത്തിൽ ജർമ്മൻ സമ്പദ്ഘടന ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ-യുക്രൈൻ യുദ്ധം 1.2 മില്യൺ യുക്രൈൻ അഭയാർത്ഥികളെ ജർമ്മനിയിലെത്തിച്ചതും പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പടുത്തിരിക്കെ ജർമ്മനിയിലെ 2ാമത്തെ വലിയ പ്രശ്നമാണ് കുടിയേറ്റം. അതിനാൽ ഇതുകൂടി മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകളാണ് നേതാക്കളുടേത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.